വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. എല്ലാ പ്രാവശ്യവും അല്ല, നമ്മളിപ്പോൾ നോൺ വെജാ ചെയ്യുന്നത്, വെജും ചെയ്യാറുണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ കുറവാ. നേരാ ജാമ്യം എടുക്കാൻ തുടങ്ങിയെന്നല്ലേ. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യുന്നത് നോൺ വെജിലാണെങ്കിൽ പോലും ഒരു പാർട്ട് നോൺ വെജ് എന്നൊക്കെ പറയാമെന്നേ ഉള്ളൂ, അല്ലാതെ അത് നോൺ വെജ് ആയിട്ട് കൂട്ടാനൊന്നും പറ്റുകയില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇന്ന് മിക്കവരും വരുമ്പോഴത്തേക്ക് നമ്മളൊരു ഊണ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിന്നർ കഴിയുമ്പോഴത്തേക്ക് എന്നതേലും ഒരു ഡെസേർട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡെസേർട്ട് ചെയ്താലോ എന്ന്. ഈ ഡെസേർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സീസണൽ ഫ്രൂട്ട്സ് വെച്ച് ഏത് ഫ്രൂട്ട് ആണെങ്കിലും കുഴപ്പമില്ല. പൈനാപ്പിൾ ആണെങ്കിൽ ആകാം, മാങ്ങയാണെങ്കിൽ ആവാം, പിന്നെ വാട്ടർ മെലൺ വേണ്ട, വെള്ളമായിട്ടാവുന്നതൊന്നും ചെയ്യണ്ട. പേരയ്ക്ക ചെയ്യാം, പേര് ചെയ്യാം, പിന്നെന്തുവാ സപ്പോട്ട ചെയ്യാം, ചിക്കു അത് ചെയ്യാം. അങ്ങനത്തെ കട്ടിയുള്ള ഏതെങ്കിലും ഫ്രൂട്ട് ആണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഈവൻ ചക്ക വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനത്തെ ഒരു പുഡിങ്ങാ ഞാനിന്ന് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, എല്ലാവർക്കും അറിയാം നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഇതിനെ ഒരു സീസണൽ ഫ്രൂട്ട്സിന്റെ ഒന്ന് ആക്കിയെന്നേ ഉള്ളൂ. ഇപ്പം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാങ്ങ ചെയ്യുക. എന്നിട്ട് ചെയ്യാൻ പോകുന്നത് മാംഗോ ട്രിഫിൾ പുഡിങ്ങാ ചെയ്യാൻ പോകുന്നത്. ഇത് എളുപ്പമുള്ള ഒരു ഡെസേർട്ടാണ്, വലിയ പാടേയില്ല, ഇതിന് നേരം പോവുകയല്ല, ഒട്ടും സമയം വേണ്ട. പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുവാന്നേലും നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് ഒരു ടീ കേക്ക് എന്നൊരു സാധനം. അതുണ്ടെന്നുണ്ടേ ചെയ്യാം. ഇനിയിപ്പോൾ ടീ കേക്ക് അല്ലാന്ന് വിചാരിച്ചോ, ബിസ്ക്കറ്റാന്ന് വെച്ചോ, എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ബിസ്ക്കറ്റ് ഇല്ല, ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട് കേക്ക് ആണെന്ന് വിചാരിച്ചോളൂ, അത് ചെയ്യാം. റസ്ക് ആണെന്ന് വിചാരിച്ചോളൂ, അതിലും ചെയ്യാം. അപ്പം നമ്മുടെ വീട്ടിൽ എന്നാ സാധനമാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡെസേർട്ടാണ് ഞാനിന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഫ്രൂട്ട്സ് എന്നതേലും വേണം, അത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന നല്ല മാമ്പഴമുണ്ട്, അത് വെച്ചാൽ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ഇന്നത്തെ പേര് മാംഗോ ട്രഫിൾ പുഡിംഗ് എന്നാ. ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ ഇത് കുറച്ച് വാനില കസ്റ്റേർഡ് പൗഡറാ വേണ്ടേ, പിന്നെ ഒരു ലിറ്റർ പാല്, കട്ടിപ്പാല് ഏതേലുവേ, പിന്നെ വേണ്ടിയത് ഇച്ചിരി പഞ്ചസാര, അതായത് നമ്മുടെ കസ്റ്റേർഡിന് മധുരം വേണ്ടി അനുസരിച്ചുള്ള പഞ്ചസാര. ഇപ്പോൾ 1 ലിറ്ററിന് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര എടുത്തേക്കുന്നേ. പിന്നെ കുറച്ച് നല്ല പഴുത്ത മാമ്പഴം, ഇത്ര ചെറുതായിട്ട് അരിഞ്ഞോ. ചിലർക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, വെജിറ്റബിൾ കാവിങ് ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ നല്ല ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാൻ അറിയാമായിരിക്കും. എനിക്കത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേ. പിന്നെ വേണ്ടിയത് നാരങ്ങാ നീര. ഇനിയുള്ളത് കുറച്ച് മാംഗോ പൾപ്പ, അതായത് നമ്മുടെ മാങ്ങ ഒട്ടും വെള്ളം ചേർക്കാതെ കട്ടിക്ക് അരച്ചെടുത്തേക്കുക. ഇതെന്നാന്നോ, ഇത് കുറച്ച് വിപ്പിംഗ് ക്രീമാ. ഈ വിപ്പിംഗ് ക്രീമിനെ നല്ലോണം ബീറ്റ് ചെയ്തിട്ട് പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന. പിന്നെ ഉള്ളത് നമ്മുടെ കയ്യിൽ എന്നൊക്കെ ഫ്രൂട്ട്സാ ഉള്ളത്, ഡ്രൈ ഫ്രൂട്ട്സ്. ദാറ്റ് ഈസ് ഇത് ബദാമ, ഇത് പിസ്ത, പിന്നെ കുറച്ച് കാഷ്യൂ, റോസ്റ്റഡ് കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതിടാം, ഏതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതിടാം, ഏതായാലും കുഴപ്പമില്ല. ഇത് കുറച്ച് വാങ്ങിച്ചതാ, ഒരു നല്ലൊരു ടീ കേക്കാ, വാനില കേക്ക് ബെസ്റ്റ്. ഇതും ഞാൻ കുറച്ച് പാലെടുത്ത് വെച്ചിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുള്ളത് പോലെ. ഇത് കുറച്ച് കണ്ടൻസ് മിൽക്കാ. ഇത്രയും സാധനവാ ഇതിന് വേണ്ടിയത്. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാമ്പഴം അരിഞ്ഞു വെച്ചേക്കുമല്ലേ, ആ മാമ്പഴത്തിനകത്തോട്ട് ഞാൻ 1 സ്പൂൺ നാരങ്ങാ നീരും അതിൻ്റെ കൂടെ ബാക്കി ഇച്ചിരി പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യണം. ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂണോളം കുറച്ച് നാരങ്ങാ നീര്, ഇച്ചിരി മധുരത്തിന് കുറച്ച് പഞ്ചസാര, ഒരു 2 ടീസ്പൂൺ, അല്ല ഇതിപ്പോൾ ടേബിൾ സ്പൂൺ കണക്കാ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതൊന്ന് ഇട്ട് നല്ലോണം ഇളക്കി. ഇനി നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഉണ്ടല്ലോ, ഈ ജെല്ലി ഇല്ലേ, അതുണ്ടാക്കി വെക്കാം. അത് മാംഗോ ഫ്ലേവറിൻ്റെ തന്നെ മേടിച്ച് വെച്ച് പാക്കറ്റിലുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ ഇച്ചിരി ജെല്ലി ഉണ്ടാക്കി നേരത്തെ വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ലെയർ ചെയ്യുമ്പോൾ പുഡിംഗ് ഉണ്ടാക്കുന്ന ലെയർ ചെയ്തിട്ടാണ്. അപ്പോൾ ആ ലെയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് ഈ ജെല്ലി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി സെക്കൻഡ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കസ്റ്റേർഡ് ഉണ്ടാക്കണം. കസ്റ്റേർഡ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ച് അതിനകത്തോട്ട് നമുക്ക് ഈ പാല്, അതായത് 1 ലിറ്റർ പാലായത്, അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാര കുറവ് വേണ്ടിയവർക്ക് അങ്ങനെ ചേർക്കാം, മധുരം പോരാന്ന് തോന്നുന്നവർക്ക് കുറച്ചുകൂടെ ഒരുപാട് ചേർക്കാം, വേണ്ടി നമ്മുടെ സ്വാദനുസരിച്ച്. ഇപ്പം മിക്കടത്തും കാണുന്ന ഭയങ്കര ഷുഗർ ഡയറ്റും അറ്റമൊക്കെയാണ്. അന്നേരം എനിക്ക് അതിനെപ്പറ്റി പറയാൻ അധികാരമില്ല. പക്ഷെ ഞാൻ ഒരു 1/2 കപ്പോളം ഇടും. ഇനി ഒരു 2-3 കസ്റ്റേർഡ് പൗഡർ, അതായത് ടേബിൾ സ്പൂൺ കണക്കാക്കി ഇടുക. വാനില ഫ്ലേവർ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്.
ഈ കസ്റ്റേർഡ് ഒന്ന് കുറുക്കിയെടുക്കാവേ. ഇത് പാല് ചൂടാവേണ്ട താമസമേ ഉള്ളൂ, പെട്ടെന്നായി വരും. കാച്ചിയ പാല് തന്നെ എടുക്കണമെന്നൊന്നുമില്ല, ഇത് കവർ പൊട്ടിച്ച് എടുത്ത പാല് തന്നെയാ, പച്ചപ്പാലാ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ കാച്ചിയ പാല് ബാക്കിയുണ്ടോ അത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ കുറുക്കിയെടുക്കണം എന്നേ ഉള്ളൂ. പിന്നെ വാനില എസൻസ് ചേർക്കേണ്ട, കാര്യം നമ്മൾ വാനില ഫ്ലേവേർഡ് കസ്റ്റേർഡ് പൗഡറാണ് മേടിച്ചേക്കുന്നത്, അതുകൊണ്ട് എസൻസിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പം പ്ലെയിൻ കോൺഫ്ലവറാണ് മേടിക്കുന്നതെങ്കിൽ കുറച്ച് എസൻസ് കൂടെ ചേർത്താൽ കുഴപ്പമില്ല. പിന്നെ ഞാനിത് പ്യോർ വെജിറ്റേറിയൻ അല്ല, എന്നാൽ വെജ് ആണോ എന്ന് പറയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ കേക്കിനകത്ത് എന്തായാലും മുട്ട ചേർക്കും. അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റായിട്ടല്ല കഴിക്കുന്നത്. പിന്നെ ഒത്തിരി ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഇടയിൽ നമ്മൾ ഇതാക്കിയ ഒരു കേക്ക് ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. കസ്റ്റർഡ് പൗഡർ ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്നാന്നറിയോ, അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം നമ്മളിത് കുറുക്കാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ അടി പിടിച്ചു പോകും. പിന്നെ കസ്റ്റർഡ് പൗഡർ ചേർത്തേച്ച് നമ്മൾ കുറച്ച് നേരം ഒന്ന് മാറി നിന്ന് എല്ലാ കാര്യം ചെയ്തേച്ച് വരാമെന്ന് വിചാരിച്ചാലും നടക്കുകയില്ല. കൈവിടാതെ ഇത് ഇളക്കി കുറുക്കണം. അപ്പം ഇതുണ്ടോ, നമ്മുടെ കസ്റ്റർഡ് നല്ലോണം കുറുകി. ഇനിയിപ്പോൾ അഥവാ കുറുകി വരുന്ന സമയത്ത് കുറച്ച് കട്ട കെട്ടുവാണെന്നുണ്ടെങ്കിൽ വിസ്ക് എടുത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അല്ല ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സി എടുത്ത് വെച്ച് ഒരു പൾസ് അടിച്ചാൽ മതി. അങ്ങനെ ചെയ്താലും നമുക്ക് ഈ ഒരു എന്താ പറയുക കട്ടയില്ലാതെ കിട്ടും. പക്ഷെ വേണ്ടിയത് ഇതേപോലത്തെ നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനിയിപ്പോൾ അഥവാ മിക്സി അടിച്ച് കഴിഞ്ഞേച്ച് എങ്ങാനും ലൂസായി പോയാൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ രണ്ടാമത് ഒന്നുകൂടെ അടുപ്പിൽ വെച്ചൊന്ന് കുറുക്കിയെടുത്തേച്ചാൽ മതി. എന്നിട്ടും കട്ട കെട്ടുവാണെങ്കിൽ നമ്മുടെ ഈ തടിത്തവിയില്ലേ അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സീത്തവിയായാലും മതി, ഇച്ചിരി കട്ടിയോ വേണമെന്നേ ഉള്ളൂ. അത് വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി ആ കട്ട ഒന്ന് മാറ്റാവുന്നേ ഉള്ളൂ. ഏറ്റവും നല്ലത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു വിസ്ക് വാങ്ങിച്ചു വെക്കാമെങ്കിൽ നല്ലതാണ്, മുട്ടയടിക്കാനും ഒക്കെ നല്ലതാണേ. തന്നെ ഞാൻ ഈ കസ്റ്റേർഡ് അങ്ങ് ഓഫ് ചെയ്തു. ഇത് നല്ലോണം കുറുകി ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടേ. ഇനി നെക്സ്റ്റ് നമ്മുടെ എന്താ പറയുക മാങ്ങയ്ക്കകത്ത് നാരങ്ങയും പഞ്ചസാരയും പുരട്ടി വെച്ചു. ഇനി കുക്കിംഗ് എന്നൊരു സാധനം ഇല്ല, നെക്സ്റ്റ് ഇനി ലെയറിങ് മാത്രമേ ഉള്ളൂ. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേക്കിനകത്ത് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. കേക്ക് സോക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാ, നമ്മുടെ പാലും കണ്ടൻസ് മിൽക്കും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, കേക്കിനുള്ള പാലും കണ്ടൻസ് മിൽക്കും ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. ഈ മാംഗോ പൾപ്പ് നമ്മുടെ ഈ ക്രീമിനകത്തോട്ട് ഇടാൻ പോവാം, അതായത് നമ്മുടെ വിപ്പിംഗ് ക്രീമിനകത്തോട്ട് ചേർക്കണം. ഇതിനെ ഒരു ഫ്ലേവറിങ് കൊടുക്കാൻ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം ബേസിക്കലി ഒരുപാട് ഫ്ലേവർ ഉള്ള കാര്യങ്ങളൊന്നും അല്ല. ഇത് സ്ട്രോബെറി ചെയ്യാൻ നോക്കും. സ്ട്രോബെറിയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് സ്ട്രോബെറി ഒക്കെ ഇതേപോലെ അരിഞ്ഞു വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ പൾപ്പ് എടുക്കണമെന്ന് പറയുമ്പോൾ കുറച്ച് ജ്യൂസി ആയി പോകും. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടേച്ച് ഒന്ന് സിറപ്പാക്കി എടുത്താൽ മതി, കട്ടി സിറപ്പാക്കി എടുത്തേച്ച് ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അത് മാറ്റി വെച്ചു. ഇനി ഞാൻ പറയുന്നത് എന്നാന്നോ, നമ്മുടെ കയ്യിലൊക്കെ ഏതെങ്കിലും ഒരു പാത്രം, വട്ടത്തിലായാലും ശരി, ചതുരത്തിലായാലും ശരി, റെക്ടാങ്കിൾ ഷേപ്പിലായാലും ശരി, ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊരു പാത്രം ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതാ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ലെയർ ചെയ്യാൻ പോവാ. ലെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കേക്ക് ഒന്ന് മുറിക്കണം. പാത്രം ഏതാണ് നമ്മുടെ സൗകര്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇതാ ഞാൻ പറഞ്ഞ കേക്ക് വേണ്ടാന്ന് തോന്നുന്ന ആൾക്കാർക്ക് കേക്ക് വേണ്ട. ഇത് ഫസ്റ്റ് ഞാൻ എന്നാ ചെയ്യുന്നത്, ഇങ്ങനെ വെക്കാം. അതല്ല നമുക്ക് ഒരു ഫില്ലിങ് മസ്റ്റായിട്ട് ഇതാവണ്ടേ, അതനുസരിച്ച് വെച്ചാൽ ഒരു ലെയർ ആക്കാം, 2 ലെയർ ആക്കാം, ഏത് വേണേലും ആക്കാം. ഇപ്പം നമ്മൾക്ക് കയ്യിൽ കേക്ക് ഉള്ളതുപോലെ നമുക്ക് ലെയർ ചെയ്യാം. കട്ടി കൂടുതലാണെങ്കിൽ ഒന്ന് കുറയ്ക്കാം കേട്ടോ, കാര്യം സോക്ക് ചെയ്യാൻ ഒരു ഇച്ചിരി പാടായിരിക്കും. അതിലെത്തോട്ട് നമ്മുടെ ആ പാലും ഇതെല്ലാം ഒന്ന് പിടിക്കണ്ടായോ. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ പാലിലും കണ്ടൻസ് മിൽക്കിലും കൂടെ മുക്കിയിട്ട് ഇതിനകത്തോട്ട് വെച്ചാലും മതി. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പാടെന്നാന്നറിയാവോ, നമ്മൾ ഈ മുക്കിയേച്ചെടുത്ത് ഇങ്ങോട്ട് വെക്കുമ്പോഴുണ്ടല്ലോ പൊട്ടിപ്പോവും. അപ്പം അതിനെക്കാട്ടിലും നല്ലത് ഇതാ ബെസ്റ്റ് മെത്തേഡ്. ഇനി നെക്സ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ കസ്റ്റർഡ് പൗഡർ. ഞാൻ കസ്റ്റർഡ് കുറുക്കി വെച്ചില്ലേ, അതാ ചേർക്കാൻ പോകുന്നത്.
കസ്റ്റർഡ് ഇച്ചിരി ചൂടോടുകൂടി നമ്മൾ ചേർക്കുമ്പോഴുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ ആ കേക്ക് ഒന്ന് ഇച്ചിരി കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ സഹായിക്കും. ആക്ച്വലി ട്രഫിൾ പുഡിംഗ് ഉണ്ടാക്കുന്ന ഡിഷ് ഇതല്ല, വേറെയാ. പക്ഷെ എന്നാലും നമ്മുടെ കയ്യിലുള്ളപ്പം ഏത് പാത്രമായാലും പ്രശ്നമല്ല. അതൊരു എന്താ പറയുക, ഒരു ഡെക്കറേറ്റീവ് സാധനമാണ്. അത് അങ്ങനെ ചെയ്താലും മതി. പക്ഷെ നമ്മൾക്ക് ഉണ്ടാക്കണമല്ലോ ഇത്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ പാത്രം എടുക്കും. നമ്മുടെ വീട്ടിൽ ഏതുണ്ടോ അത്. ഇതിൻ്റെ മേലിൽ വിപ്പിംഗ് ക്രീം. ഇനിയിപ്പോൾ കേക്ക് ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് ബ്രെഡിൽ ചെയ്യാം. ഇനി നമ്മുടെ നെക്സ്റ്റ് ലെയർ നേരത്തെ ചേർത്ത് വെച്ച മാങ്ങ. ഇതിന്റെ മേലിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കംപ്ലീറ്റ്. ഓക്കെ, ഇനി അടുത്ത ലെയർ ഇതേപോലെ. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാം. എന്നാന്ന് വെച്ചാൽ ഫസ്റ്റ് ലെയർ നമ്മൾ ഇച്ചിരി കട്ടിക്ക് ആ കേക്ക് വെച്ചത്. നെക്സ്റ്റ് ലെയറും കൂടെ നമ്മൾ ഒരുപാട് കട്ടിക്ക് വെക്കുവാന്നേൽ എന്താ പറയുക, ഹെവി ഫീലിംഗ് വരും ആ പുഡിങ് കഴിക്കുമ്പോൾ. അപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് തീരെ കുഞ്ഞു പീസായിട്ട് മുറിച്ച് വെച്ച് ഇതിനെ ഒന്നിങ്ങനെ വെതറിടത്തേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ മുകളിൽ സെയിം നമ്മൾ ചെയ്ത സെയിം സാധനം തന്നെ ചെയ്യുക. ഇതിനകത്ത് പാല് ചേർക്കണ്ട. ബിക്കോസ് ഫസ്റ്റ് നല്ല കട്ടിയുള്ള പീസാണ് ഞാൻ മുറിച്ചത് കൊണ്ടാണ് പാല് ചേർത്ത്. ഇനിയിപ്പോൾ നമ്മളിത് മുറിച്ചല്ലേ ഇട്ടേക്കുന്നേ, ഇപ്പോൾ ഒരു കുറച്ച് ചേർത്തേച്ചാൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു സീസണൽ ഫ്രൂട്ട് ട്രിഫിൾ പുഡിംഗ്. ഈ ട്രിഫിൾ പുഡിംഗ് ശരിക്കും ഏത് ഫ്രൂട്ട് വെച്ചും ചെയ്യാം. പക്ഷേ ഞാൻ എന്താ പറയുക, വാട്ടറി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിൽ മാത്രം സിറപ്പാക്കിയിട്ട് കട്ടിക്കെടുക്കണം, കുറുക്കിയെടുക്കണം. പഞ്ചസാരയും നാരങ്ങയും ഏത് ഫ്രൂട്ടാണെന്ന് വെച്ചാൽ അതും ഇട്ടിട്ട്, ഇപ്പം വാട്ടർ ലെമൺ പോലും നമുക്ക് ട്രൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. കേക്ക് ഇഷ്ടമല്ലെങ്കിൽ ബ്രെഡ് ആവാം, ബിസ്ക്കറ്റ് ആവാം, റസ്ക് ആവാം, ഇതെല്ലാം ഇതിനകത്ത് സോക്കാവുന്ന സാധനമാണ്. ഇതെല്ലാം വെജിറ്റേറിയൻ ആക്കാവുന്നതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കേക്ക് കുറച്ചുകൂടെ ഫ്ലേവറബിളാണ്, അതുകൊണ്ട് മാത്രം ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് ഫസ്റ്റ് ടൈം കാണിക്കുമ്പോൾ എല്ലാം ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൻ്റെ മേലിൽ കുറച്ച് ജെല്ലി ഉണ്ടാക്കിയിട്ട്, അതായത് മാംഗോ ഫ്ലേവർ തന്നെ ജെല്ലി ഉണ്ടാക്കിയിട്ട് ഡെക്കറേഷൻ സമയത്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊന്ന് സെറ്റാവാൻ ഒരു ഇച്ചിരി സമയം വേണം. പക്ഷെ അടുക്കള വൃത്തിയാവുന്നേക്കാട്ടിലും നല്ലത് ഒരു പുഡിംഗ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ദേഹം ഇങ്ങനെ ഒട്ടുകയല്ലേ പഞ്ചസാരയുടെയും ഇതിൻ്റെയൊക്കെ ആയിട്ട്. അതുമല്ല ഒന്ന് വൃത്തിയാക്കി അടുക്കളയൊന്ന് വൃത്തിയാക്കണം. പക്ഷേ ഇതിനെക്കാട്ടിലൊക്കെ ഉപരി എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് മറ്റാരുമല്ല, വ്യാസനാണ്. അത് ആരാന്ന് ചോദിച്ചാൽ ഒത്തിരി നമുക്ക് അറിവുകൾ ആധ്യാത്മികത്തിൽ പകർന്നു തരുന്ന വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച്, ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, കുറേ കോൺട്രവേഴ്സീസ് നമ്മൾ കേൾക്കാറുണ്ട്. അതിനെക്കുറിച്ചുള്ള മൊത്തത്തിലൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൽ നിന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അറിവുള്ളവർ വരുമ്പോഴാണല്ലോ നമ്മളെ പോലെ ആൾക്കാർക്ക് കുറച്ച് അറിവ് ലഭിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നേരം സംസാരിക്കാനുള്ളൊരു സമയം വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് വേറെ ഒന്നും കൊടുക്കുന്നില്ലേ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ആവശ്യപ്പെട്ടത് സ്വീറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു സ്വീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ബോളി ആവാം, ജിലേബി, ലഡ്ഡു, ഇതിനെക്കാട്ടിലും ഒക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു നല്ലൊരു ഹെവി സാധനം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് ചെയ്തത്. ജോലിയിൽ ഭയങ്കര ഈസി ആണെങ്കിലും ഇത് കഴിക്കുന്നത് കുറച്ച് ഹെവി ഉള്ളൊരു സാധനമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. പക്ഷെ എൻ്റെ കൂടെ എന്തെങ്കിലും കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ കൊടുക്കും. പക്ഷെ സ്വീറ്റ് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ സ്വീറ്റ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, കൂടുതൽ ക്ലാരിഫിക്കേഷനുമായിട്ട് നമുക്ക് അദ്ദേഹമായിട്ട് ഡൈനിങ്ങിൽ കാണാം. Let's cook with love. ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ പേരെങ്ങനെ വന്നു?
അച്ഛൻ നന്നായി വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അച്ഛന്റെ പേര് മണികണ്ഠൻ എന്നാണ്. അച്ഛന് ഭാരതം അതുപോലെ തന്നെ ഭാരതീയമായിട്ടുള്ള പാരമ്പര്യങ്ങളെ കുറച്ചും കൂടെ ഒക്കെ ഇഷ്ടം കൂടുതലുള്ള കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് അച്ഛൻ മുമ്പേ തീരുമാനിച്ചിരുന്നു. അച്ഛൻ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ കൂടുതൽ വായിക്കുന്നതൊക്കെ പുരാണങ്ങളാണ്. പുരാണങ്ങളൊക്കെ എഴുതിയിരിക്കുന്നതൊക്കെ വ്യാസനാണ്. അപ്പം ഒരു ആൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ വ്യാസൻ എന്ന് പേരിടണമെന്ന് ആദ്യം വിചാരിച്ചിരുന്നതാണ്. എന്റെ അനിയന്റെ പേര് വളരെ കോമൺ ആണ്, വിഷ്ണു എന്നാണ്. വിഷ്ണു ജോലി IT-യിൽ വർക്ക് ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയം, ഏറ്റവും കൂടുതൽ ഞങ്ങളെ ആധ്യാത്മികം പഠിപ്പിക്കലാണ്, അതിലേക്ക് വഴി പറഞ്ഞു വിടുകയാണ്. ഒരു നല്ലൊരു ചേഞ്ച് അല്ലേ ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ കൂടെയാണ് പ്രഭാഷണങ്ങളും ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഒരു പാളം തെറ്റി ഇങ്ങോട്ട് ട്രെയിൻ പോവാന്ന് പറയില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ കൂടുതലായിട്ട് പറയാൻ സാധിക്കുമെന്ന് അറിയില്ല ചേച്ചി. ഇപ്പൊ അതായത് ഞാൻ വളർന്നു വന്ന ഗ്രാമം, ഇപ്പൊ മണ്ണാർക്കാട് എന്ന് പറയുന്നത് വള്ളുവനാടൻ പാരമ്പര്യം പറയുമ്പോൾ നമുക്ക് ഈ സനാതനമായിട്ടുള്ള പാരമ്പര്യങ്ങൾക്കൊക്കെ വളരെയധികം വളക്കൂറുള്ള മണ്ണാണ് മണ്ണാർക്കാട് എന്ന് പറയുന്നത്. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു അമ്പലമുണ്ട്, ഉദയർക്കുന്ന ഭഗവതി ക്ഷേത്രം. വളരെയധികം സത്സംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആധ്യാത്മിക സദസ്സുകൾ നടത്താൻ വളരെയധികം മുന്നോട്ട് വരുന്ന ഒരു അമ്പലമാണ്. അപ്പൊ ഞാൻ എന്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള കഥകൾ, അവിടെ വന്നിട്ടുള്ള ആചാര്യന്മാർ പറയുന്ന കാര്യങ്ങൾ, അപ്പൊ നമുക്ക് ബേസ് എന്ന് പറയുന്ന ഒരു കാര്യം, ബേസ് എന്ന് വെച്ചാൽ വളരെ വലിയ സ്ട്രോങ് ആയിട്ടുള്ള ബേസ് എന്നല്ല ഞാൻ പറയണത്, എന്നാലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ അതിനൊക്കെ വളരെയധികം സാധിച്ചിട്ടുണ്ട്. പിന്നീട് കൂടുതലായിട്ട് ഗുരുവായൂരപ്പനിലേക്കും ഭഗവതിയിലേക്കൊക്കെ ഒരു കണക്ഷൻ ഈ അടുത്താണ് ഉണ്ടായതെന്ന് പറയാൻ സാധിക്കും. ശരിക്കും അവതാരങ്ങളില് ശരിക്കും എനിക്ക് ഭഗവാന്റെ അവതാരമാണല്ലോ, വിഷ്ണു ഭഗവാന്റെ അവതാരമാണല്ലോ കൃഷ്ണനും. പക്ഷെ അവതാരങ്ങൾക്ക് ശക്തി കൂടും എന്ന് പറയുന്ന പോലെ ഭഗവാനെക്കാട്ടിലും കൃഷ്ണാവതാരത്തിന് ശക്തി കൂടുതലുണ്ടോ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു സംശയം അല്ലേ? അതെ, ഈ പൂർണ്ണാവതാരം എന്നാണല്ലോ പറയാ. കൃഷ്ണാവതാരത്തിന് മാത്രമുള്ള ഒരു വിശേഷണമാണ് പൂർണ്ണാവതാരം എന്ന് പറയാം. ബാക്കിയുള്ളതിനൊന്നും അങ്ങനെ പറയാറില്ല. കൃഷ്ണനാണ് പൂർണ്ണാവതാരം എന്ന് പറയുക. ആ ഒരു വിശേഷണം ഭഗവാന്റെ അവതാരത്തിന് മാത്രമേ ഉള്ളൂ. അതായത് ഭഗവാന്റെ സകല കലകളോടും കൂടിയിട്ട് എല്ലാ വിധത്തിലുള്ള പ്രൗഢിയും പ്രകടമാക്കിയിട്ടുള്ള ഒരു അവതാരം എന്ന് പറയുന്നത് കൃഷ്ണാവതാരമാണെന്നാണ് പറയുന്നത്. ശരിക്കും നമുക്ക് ഗുരുവായൂർ പോകുമ്പോ തന്നെ എന്തോരം ആൾക്കാർക്ക് അനുഭവങ്ങൾ ഭഗവാൻ കൊടുക്കുന്നു അല്ലെ? എല്ലാരും പറയുന്നത് എന്താ വെച്ചാ ഭഗവാൻ മുമ്പിലാന്നാ പറയുന്നത്. ഇപ്പൊ ഞാൻ 2-3 റീലിൽ തന്നെ കണ്ടു, ഭഗവാനെ കാണാൻ പോകുമ്പോ വെറും കൈയോടെ പോലെ പറയാം. ശരിക്കും അങ്ങനെ ശാസ്ത്രം ഉണ്ടോ? അയ്യോ, അത് ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സനാതന ധർമ്മത്തിലെല്ലാം നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്നാണല്ലോ പൊതുവിൽ പറയുന്നത്. വാട്ട് വി ഗീവ്സ് അതാണ് നമുക്ക് റിട്ടേൺ ആയിട്ട് വരുന്നത്. അതിൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പറയുമ്പോൾ ഞാനത് ഗുരുവായൂരിന്റെ കൺസെപ്റ്റിലാണ് കൂടുതലായിട്ട് പറഞ്ഞത്. ഞാൻ എപ്പോഴും ഗുരുവായൂരപ്പനെ ഒരു ഉണ്ണിയായിട്ട് കാണാൻ കുറച്ചുകൂടെ താല്പര്യപ്പെടുന്ന ആളാണ്. അപ്പൊ ഈ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോകണമെന്നാണല്ലോ. എനിക്ക് തന്നെ അറിയാം, കൃഷ്ണന് ഒരുപാട് അവിടെ പോകുന്ന ആൾക്കാർ PP നടയിലൊക്കെ വെക്കുന്ന ആൾക്കാരെ അറിയാം, ബലൂൺ നടയിൽ വെക്കുന്ന ആൾക്കാരെ അറിയാം. അപ്പൊ അവരൊക്കെ അത്രത്തോളം ഞാൻ അവരൊക്കെ നമസ്കരിക്കുകയും ചെയ്യാം. കാരണം അവർക്കൊക്കെ ഉള്ളിലുള്ള ആ ഒരു തന്മയി ഭാവം, ഭഗവാൻ അവിടെ ഉണ്ട് എന്ന അത്രയും ബിലീഫിന്റെ മുകളിലാണ് അവർ ചെയ്യുന്നത്. അതൊക്കെ വളരെയധികം ഭക്തിയോടുകൂടി കാണാൻ സാധിക്കും. ശരിക്കും ഈ വിശ്വാസവും ഈ പറഞ്ഞ പോലെ സയൻസും അതുമായിട്ടൊക്കെ ഒത്തിരി കണക്ട് ചെയ്യാൻ നോക്കുവോ? നമ്മുടെ പാരമ്പര്യത്തിൽ, ഭാരതീയ സങ്കല്പത്തിൽ സയൻസിന് കൃത്യമായിട്ടുള്ള അടിത്തറ ഉണ്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കോൺസെപ്റ്റിലും സയൻസ് തരയുന്ന രീതിയിലേക്ക് സമൂഹം മാറുന്നുണ്ട്. ഇതിൽ സയൻസ് ഉണ്ടോ, ഇല്ലെങ്കിൽ സയൻസിന്റെ അടിത്തറയോടുകൂടി പറയുമ്പോൾ മാത്രമേ അത് വിശ്വസിക്കൂ എന്നുള്ള വാശി പാടില്ല എന്നൊരു ചെറിയ അഭിപ്രായം എനിക്കുണ്ട്. കാരണം നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നത് മനുഷ്യന്റെ തലങ്ങളെ കുറിച്ചും മാനസികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുമാണ്. ഒരു ഫിലോസഫിക്കൽ കൺസെപ്റ്റ് ആണ് കൂടുതൽ ഭാരതീയ ദർശനങ്ങൾക്കുള്ളത്. അപ്പൊ അവിടെയൊക്കെ വന്ന് സയൻസ് പറയാൻ പറ്റുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ഈ ധർമ്മത്തിന് പല സമയത്തും സയൻസിന്റെ അടിത്തറ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. വളർന്നു വരുന്ന കുട്ടികൾക്ക് ബേസ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ സയൻസ് കൂടി ചേർത്ത് പറയുന്നത് വളരെ നന്നായിരിക്കും. അതെന്താ വെച്ചാൽ ഇപ്പൊ പിള്ളേരോട് നമ്മൾ എന്നതേലും പോയി ഒന്ന് അമ്പലത്തിൽ തൊഴാൻ പറയുമ്പോ ഷർട്ടൂരി ചില അമ്പലങ്ങളിൽ തൊഴണം. അപ്പം എന്തിനാ ഇപ്പൊ ഷർട്ട് ഊരി തൊഴുന്നതെന്ന് പറയുമ്പോ ചോദിക്കും ആ ചൈതന്യത്തിന്റെ ഒരു അംശം നമ്മളിലേക്ക് പകരാണെന്ന് പറയും. അപ്പൊ കുട്ടികളുടെ ചോദ്യം എന്താ പിന്നെ അമ്മ വരാത്തകത്ത്, അമ്മയ്ക്ക് അപ്പൊ ചൈതന്യം എങ്ങനെയാ കിട്ടുക? അതൊക്കെ അപ്പൊ പിന്നെ എന്നാ പിന്നെ വെളിയിൽ നിന്ന് ഞങ്ങളും തൊഴുതാ പോരെ? ഇങ്ങനെ അവർക്ക് ആ ഒരു ക്ലാരിറ്റി അവരുടെ ചോദ്യങ്ങൾക്ക് വേണം. ആ ചൈതന്യത്തെ കുറിച്ചും അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല ഉണ്ടോ? നമുക്ക് ഇപ്പൊ മുമ്പ് പറഞ്ഞു വന്നിരുന്ന അനുസരിച്ചിട്ട് ഇപ്പൊ പുരുഷന്മാരുടെ ഹൃദയഭാഗത്ത് അല്ലെങ്കിൽ മാറിന്റെ ഭാഗത്തേക്കാണ് ചൈതന്യം, സ്ത്രീകളുടെ മുഖത്താണ് അല്ലെങ്കിൽ ആജ്ഞാചക്രത്തിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ പറയാറുണ്ട് ആ കൺസെപ്റ്റ്. അപ്പൊ വീണ്ടും കുട്ടികൾ ചോദിക്കും, അപ്പൊ എന്റെ ഈ ഷർട്ടിന്റെ മുകളിലൂടെ വരാൻ സാധിക്കാത്തൊരു ചൈതന്യത്തെ ഞാൻ എങ്ങനെ ബിലീവ് ചെയ്യണം? അപ്പൊ നോക്കൂ, അത് നമ്മൾ കുട്ടികൾക്ക് അത് ആ ചൈതന്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് കുറച്ചുകൂടെ സിമ്പിൾ ആക്കണം എന്നാണ് ഞാൻ പൊതുവിൽ പറയാറുള്ളത്. എങ്ങനെ നമ്മൾ ഈശ്വര ചൈതന്യത്തെ കുറിച്ച് എല്ലാരും പറയും ഈശ്വര ചൈതന്യം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, അതിന്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് നമ്മുടെ രൂപത്തിൽ ഒരു രൂപമായിട്ട് ഉള്ളിൽ കൊടുത്തിരിക്കുന്ന അമ്പലത്തിലേക്ക് ജസ്റ്റ് ടു ഗെറ്റ് എ കോൺസെൻട്രേഷൻ അല്ലെ? അപ്പൊ ചൈതന്യത്തെ ശരിക്കും നമ്മൾ ഉള്ളിൽ എങ്ങനെ അറിയുന്നേ? നമുക്കിപ്പോ ഇത് രണ്ട് ഇപ്പൊ ചേച്ചി പറഞ്ഞ കാര്യം വെച്ച് ഞാൻ പറയാം. ഇപ്പൊ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നമുക്ക് പഠനം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് പൂക്കളിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന്, പക്ഷികളിൽ നിന്ന്, ചുറ്റുപാടും കാണുന്ന മനുഷ്യരിൽ നിന്ന് പഠിക്കാം. അതാണ് ആധ്യാത്മികതയുടെ ഉയർന്ന തലം, കുറച്ചുകൂടെ വലിയ തലം എന്ന് ഞാൻ പറയുന്നത്.
രണ്ടാമത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ആയി നമ്മൾ പഠിക്കുക. അതാണ് നമ്മൾ കാണുന്ന ഈ ആരാധനാലയങ്ങളിൽ കാണുന്ന സാധനാക്രമം. അവിടെ പോകുമ്പോൾ മറ്റതിന് നമ്മളാണ് റൂൾസ് ഉണ്ടാക്കുന്നത്. ഇവിടെ ചില സെർട്ടൈൻ റൂൾസ് ഓൾറെഡി ഉണ്ട്. നമുക്കൊരു സ്കൂളിൽ പോകുമ്പോൾ അവിടെ കൃത്യസമയത്ത് വെല്ലടിക്കുന്നു, ഓരോ ടൈം ടേബിൾ ഉണ്ട്, ഓരോ വിഷയങ്ങൾ ഓരോ സമയത്ത് എടുക്കുന്നു. അതുപോലെ സ്ട്രക്ചർ ഉണ്ട് അമ്പലത്തിന്, ഒരു സ്ട്രക്ചറൈസ്ഡ് ആയിട്ട് ചിട്ടയുണ്ട്. ആ ചിട്ടയിലൂടെ മാത്രമേ ഈ വലിയ തലത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ കുട്ടികളോട് എല്ലായിടത്തും ഭഗവാൻ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ LKG പഠിച്ചിട്ട് വേണം PhD പോവാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ചിട്ട വരുത്തുന്നത്. അതായത് ശീലം ആ ഒരു ക്രമമായിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ അവരെ സാധിക്കും. കാണുന്നതിലൊക്കെ ഭഗവാനെ കാണുക എന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള രീതി. പക്ഷെ അത് ചെറിയ പ്രായത്തിൽ നമുക്ക് സാധിക്കില്ല. അപ്പൊ എന്താണ് ബ്രഹ്മം, എന്താണ് ദൈവം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരു രൂപത്തെ നമുക്ക് കൊടുത്തേ സാധിക്കുള്ളൂ. അപ്പോൾ അവിടെയുള്ള വിഗ്രഹങ്ങൾ, അവിടെ കത്തിച്ച് വെച്ചിട്ടുള്ള അലങ്കാരങ്ങൾ, വിളക്കുകൾ, മാല, ഇതൊക്കെ നമുക്ക് തരുന്ന ഒരു പിക്ചർ ഉണ്ട്. പിന്നീട് പതിയെ ആ പിക്ചർ ക്ലാരിറ്റി വന്ന് എല്ലാവരിലും അത് കാണാൻ സാധിക്കും എന്നാണ് പറയുക. ക്ഷേത്രത്തിൽ മാത്രമാണ് ഈശ്വരൻ അല്ലെങ്കിൽ വിഗ്രഹം മാത്രമാണ് എൻഡ് പോയിന്റ് എന്നുള്ള കൺസെപ്റ്റ് നിന്ന് മാറി ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ വിശ്വരൂപ ദർശനത്തെ കുറിച്ച് നമ്മൾ പറയുമല്ലോ. അത് ഒരാളിങ്ങനെ നീക്കി നിൽക്കുന്ന അങ്ങനെ മാത്രമല്ല, മുഴുവൻ ലോകം മുഴുവൻ ഭഗവാനായി കണ്ടു എന്നാ പറയാം. അതുപോലെ ഇപ്പം എഴുത്തച്ഛനൊക്കെ പറഞ്ഞ പോലെ യാതൊന്ന് കാണുന്നത് നാരായണ പ്രതിമ, എല്ലാത്തിലും ഭഗവാനെ കാണാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള ആചാര്യസ്വാമിയൊക്കെ പറയുന്ന ആ അദ്വൈത ഭാവത്തിലേക്ക് വളരാൻ തീർച്ചയായിട്ടും സാധിക്കും. പക്ഷെ അതിന് ഈ പറഞ്ഞ ബേസ് ചിട്ടയോട് കൂടിയിട്ടുള്ള ആദ്യത്തെ ആരാധനാക്രമം തീർച്ചയായിട്ടും ആവശ്യമാണ്. പിന്നെ ഒരു പൊതുവെ കേൾക്കുന്ന എന്താ അറിയോ, നമ്മുടെ ജീവിതത്തിൽ ഫ്രീ വില്ല് എന്നൊരു സാധനം ഇല്ല. സത്യമാണോ പറയുന്നത്? തീർച്ചയായിട്ടും നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നു എന്ന് വെച്ചാൽ ശരത്ജിയൊക്കെ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് പൂന്താനത്തിന്റെ കഥയായിട്ട് ബന്ധപ്പെടുത്തിട്ട്. അതായത് പൂന്താനത്തിന് വളരെ ചെറിയ പ്രായം തൊട്ടേയുള്ള ആഗ്രഹം ഗുരുവായൂരപ്പനോട് ഭയങ്കരമായിട്ട് ഭക്തി ഉണ്ടായിരുന്നു എന്നാണല്ലോ പറയുന്നത്. വിവാഹം കഴിഞ്ഞിട്ടും കുറെ നാൾ കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടാവുന്നില്ല. ആശിച്ച് മോഹിച്ച് കുറെ നേർച്ചയൊക്കെ നേർന്ന ഒരു കുട്ടി ഉണ്ടാവുന്നു. പക്ഷെ ആ കുട്ടി വളരെ പെട്ടെന്ന് തന്നെ മരിക്കുന്നു, അല്ലെ? ഇവിടെ 2 പേരുടെ പെർസ്പെക്റ്റീവ് നോക്കാൻ പറയും. ഒന്ന് പൂന്താനത്തിന്റെ ഭാര്യ, ഒന്ന് പൂന്താനം. 2 പേർക്കും വന്നിട്ടുള്ള വിധി, ഫെയ്ത്ത് എന്ന് പറയുന്ന സാധനമാണ് ഇപ്പൊ ഈ ഉണ്ടായ ഇൻസിഡന്റ്, കുട്ടി മരിക്കുക എന്നുള്ളത്. അപ്പോൾ 2 പേരും ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നതാണ്. പൂന്താനത്തിന്റെ ഭാര്യ പറഞ്ഞു അത്ര, ഇനി മുതൽ ഞാൻ ഗുരുവായൂരപ്പനെ ഭജിക്കില്ല, അവിടെ ഇരിക്കുന്നത് വെറും കല്ലാണ്, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് ഇതാണ് ഉണ്ടായതെന്നാണ്. പൂന്താനം അതിനെടുത്തത് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്നുള്ള ശ്ലോകം എഴുതിയിട്ടാണ് ഞാൻ ആ പനിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ വിധിയെ എങ്ങനെ എടുക്കുന്നു എന്നനുസരിച്ച് നമുക്ക് വിധിയെ മാറ്റാൻ സാധിക്കും എന്നാണ് പറയുക. ഹൗ വി ടേക്ക് എന്നാണ് എല്ലാവരും പോളിസി ഉണ്ടല്ലോ. എന്ത് സംഭവിച്ചാലും അത് ഇന്ന കാരണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്റെ ഭഗവാൻ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള സമർപ്പണത്തോടു കൂടി നമ്മൾ ചെയ്യുക. സമ്പൂർണ്ണ ശരണാഗതി എന്നൊക്കെ പറയുന്ന ഒരു വലിയ കൺസെപ്റ്റ് ഭാരതീയ ധർമ്മത്തിൽ പറയുന്നുണ്ട്. സർ, ശരിക്കും ഇപ്പൊ നമ്മൾ ഈ ഒരു വാക്ക് സമർപ്പണം എന്ന് പറയുന്നത്, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു വീട്ടമ്മയാ സർ. ഈ സമർപ്പണം എന്ന് പറയുന്നത് പൂർണ്ണ സറണ്ടർ ആണ്. സറണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മള് നോർമൽ ഭാഷയിൽ പറയും, ഞാൻ പൂർണ്ണ സമർപ്പണമാണ്, അമ്മയ്ക്ക് അത് കൊടുത്തു, ഇത് കൊടുത്തു, അതെല്ലാം ചെയ്തു, ഇതെല്ലാം ചെയ്തു. എന്നാലും ഒരു മനുഷ്യ തലത്തിൽ ഒരു പിടി ബാക്കിലോട്ടാണ്, അല്ലേ? ആ സമർപ്പണം പറഞ്ഞാൽ പോലും പൂർണ്ണ സമർപ്പണം നമ്മൾക്കൊന്നും ഇല്ല, ബിഗ് സീറോ എന്നുള്ള പൂർണ്ണ സമർപ്പണമായിരിക്കണം, അല്ലേ? അത് ശരിക്കും നമ്മൾ അതിലേക്ക് അതിനൊരു ക്ലാസ് എങ്ങനെയാ സാർ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്? സിമ്പിൾ ആയിട്ട് ഞാൻ പറയാവുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. വീണ്ടും ഗുരുവായൂരപ്പന്റെ കാര്യം പറഞ്ഞ ചേച്ചി തോന്നുന്നത്, ഈ ദ്രൗപദിയുടെ ഈ വസ്ത്രം എടുക്കുന്ന സമയത്ത് ഈ വലിച്ചോണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പൊ ഒരു പോയിന്റ് എത്തുമ്പോൾ ഏകദേശം തീരാറായി. അപ്പൊ ആ പോയിന്റിലും ദ്രൗപദിയുടെ കയ്യിൽ ഒരു പിടുത്തുണ്ട്. ഈ പിടുത്തം കയ്യിൽ പിടിച്ചിട്ടാണ് അത്ര ഭഗവാനെ വിളിക്കുന്നത്, കൃഷ്ണ രക്ഷിക്കണേ എന്നുള്ളത്. ആ സമയത്തൊന്നും ഒരു വസ്ത്രവും ഒന്നും വന്നതായിട്ട് കാണുന്നില്ല. ആ അവസാനത്തെ തുണി ഇങ്ങനെ കീറി, കൈന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കീറി പതിയെ പോകുന്ന കാണുമ്പോഴാണ് 2 കൈയും വിട്ട് മുകളിലേക്ക് ഉയർത്തിയിട്ട് ദ്വാരകാവാസിൻ എന്ന് വിളിക്കുന്നത്. അപ്പോഴാണ് ഭഗവാൻ വരുന്നത്. അതുവരെ നമുക്കൊരു തോട്ട് ഉണ്ട്, എന്റെ ഈ കയ്യിലിരിക്കുന്ന ബലം കൊണ്ട് ഇതെനിക്ക് സാധിക്കും എന്നുള്ളത്, അല്ലെ? ഐ മീൻ ആ പിടുത്തം അവിടെ ഉണ്ടെങ്കിൽ ഈ കഷ്ണം കൊണ്ട് എന്റെ മാനം രക്ഷപ്പെടുന്ന ദ്രൗപദിക്ക് ഒരു തോന്നലുണ്ടായിരുന്നു എന്നാണ്. ഏതോ ഒരു നിമിഷത്തിൽ ഇനി ഭഗവാനല്ലാതെ എനിക്ക് ആരും ഇല്ലാന്ന് തോന്നുമ്പോഴാണ് എന്തും വരട്ടെ എന്ന് വെച്ചിട്ട് 2 കൈയും മുകളിലേക്ക് വെച്ചിട്ട് ഗോവിന്ദ ദ്വാരകാവാസിനെ വിളിക്കുന്നത്. അതാണ് ഞാൻ പറയുമ്പോൾ പലയിടത്തും ഞാൻ കോട്ട് ചെയ്യാറുള്ള ഒരു സമ്പൂർണ്ണ ശരണാഗതിയുടെ എക്സാമ്പിൾ. ഒന്നുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ അവസാനത്തെ ഒരു ശക്തിയെ നമ്മൾ ആശ്രയിക്കും. ആ ആശ്രയിക്കുന്ന പോയിന്റിൽ നമ്മുടെ ദേഹാഭിമാനമോ നമ്മൾ ആരാണെന്നോ നമ്മുടെ ഐഡന്റിറ്റിയോ ഒന്നും തന്നെ ബാധകമല്ല. നമ്മളും ആ ഒരു സോഴ്സും തമ്മിൽ മാത്രം ഒരു കണക്ഷൻ വരും. അതിനെയാണ് സമ്പൂർണ്ണ ശരണാഗതി ഞാൻ പൊതുവിൽ പറയാറുണ്ട്. അതിനെ ആയിക്കൊള്ളുന്നില്ല. ഞാൻ എപ്പോഴും ഈ സമർപ്പണം എന്നൊരു വാക്ക് വരുമ്പോൾ ശരിയാണ്, നമ്മളൊരു മനുഷ്യതലത്തിൽ സാധാ ഒരു മനുഷ്യന്റെ ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് നമ്മൾ സമർപ്പണം എന്ന് പറയുമ്പോൾ ശരിയാണ്, രാവിലെ എണീക്കുന്നുണ്ട്, അമ്മയുടെ പൂജകൾ ചെയ്യുന്നുണ്ട്, അമ്മയ്ക്ക് എല്ലാം ചെയ്യുന്നുണ്ട്, വിളക്ക് കത്തിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, അമ്മയ്ക്ക് പൂ വെക്കുന്നുണ്ട്. ഇതാണോ സമർപ്പണം? അതല്ലയോ വേറെ ആണോ സമർപ്പണം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു പൊതുവിലുള്ളൊരു ധാരണയാണ്. നമ്മൾ ചെയ്യുന്ന ചില ആക്ട്സ്
ആണ് സമർപ്പണം എന്ന് പൊതുവിൽ പറയാറുണ്ട്. ശരിക്കും ഈ സമ്പൂർണ്ണ ശരണാഗതിയിൽ തന്നെ വേറൊരു തലമുണ്ട്. എന്ത് ചെയ്യുന്നതും സമർപ്പണമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ചേച്ചി കുക്ക് ചെയ്യണമെങ്കിൽ ആ കുക്ക് ചെയ്യുന്നത് ഇപ്പം എനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇത് ഭഗവതിക്ക് ഉണ്ടാക്കേണ്ടതാണ് എന്ന് സങ്കല്പിച്ച് കുക്ക് ചെയ്താൽ അതിന് ടേസ്റ്റ് കൂടുന്നു പറയും ആചാര്യന്മാർ. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഭഗവാനുള്ള അർച്ചനയായിട്ട് ചെയ്യാന്ന് പറയാം. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ പൂക്കൾ കൊണ്ടോ വിളക്ക് കൊണ്ടോ നമ്മൾ സോക്കോൾഡ് ആരാധന എന്ന് വിളിക്കുന്ന രീതി അല്ലാതെ നമ്മുടെ കർമ്മമാണ് ഏറ്റവും വലിയ അർച്ചന. മുഴുവൻ കർമ്മവും ഭഗവാന് കൊടുക്കുക, ആ കർമ്മത്തിൽ നിന്ന് വരുന്ന റിസൾട്ടും ഭഗവാന് കൊടുക്കുക. അപ്പൊ നമുക്ക് വളരെ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ട് ചെയ്തു, അതുകൊണ്ട് നമുക്ക് റെക്കഗ്നൈസേഷൻ കിട്ടി, ഒരു അംഗീകാരം കിട്ടി, ഭഗവാനിൽ അവിടുത്തെ കാരണം കൊണ്ട് കിട്ടിയതാണ് അങ്ങേക്ക് തന്നെ. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ തന്നെ എടുക്കാതെ ഭഗവാൻ കൊടുക്കുക. ക്രെഡിറ്റ് മാത്രമല്ല, കല്ലേറും ഭഗവാൻ കൊടുക്കാന്നാണ്. അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ചില വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെയല്ല, വളരെയധികം വിമർശനം വരുന്നു വിചാരിക്കുക. അപ്പൊ ഭഗവാൻ അവിടെ നിന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞു, അതിന് എനിക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, ഇതും അവിടത്തേക്കുള്ളതാണ്. നമുക്ക് എപ്പോഴും ഒരു ഫ്രീ ആയിട്ടൊരു അപ്പൂപ്പൻ താടി പോലെ ഇങ്ങനെ പാറി നടക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഫ്രീ ആയിരിക്കണം. നമ്മുടെ മനസ്സാകുന്ന പാത്രം ഒഴിഞ്ഞ പാത്രമാണെങ്കിലേ ഭഗവാൻ അതിൽ പാൽപ്പായസം വാങ്ങി തരും എന്ന് പറയാറുണ്ട് ഞാൻ. അപ്പൊ അതിന് ഒന്നും ഉണ്ടാവരുത്, എപ്പോഴും ബ്ലാങ്ക് ആയിട്ടിരിക്കണം. ഇപ്പൊ വന്ന് നോക്കുമ്പോൾ ഇതിൽ കുറെ സാധനം ഉണ്ട്, ഇതിന് ഞാൻ എന്തിനാ വിളമ്പണം വെച്ചിട്ട് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഫ്രീ ആക്കാൻ എന്താ എളുപ്പം? ഒക്കെ എടുത്ത് കൊടുക്കുക. ഓക്കെ, അത് ഞാൻ ഒരു ഗുരുക്കന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു ആളെ പരിചയപ്പെട്ടപ്പോ പറഞ്ഞതാ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന പാത്രത്തെ തേച്ച് കഴുകി എപ്പോഴും വൃത്തിയാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ആ ഭഗവാൻ എപ്പോഴും അവിടെ ഇരിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയും. ഈ തേച്ച് കഴുകുക എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നാമജപം ആയിക്കോട്ടെ, ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു ആധ്യാത്മിക ചൈത്യ ശീലിക്കുന്ന ആയിക്കോട്ടെ, ഒരു ഭക്ഷണശീലം ശീലിക്കുന്ന ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ അതിലേക്കുള്ള ചെറിയ 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 പാർട്ടുകളാണ്. ഇതൊക്കെ കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലത്തെ ആ പാത്രം വെട്ടിത്തിളങ്ങുന്ന പാത്രമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നതാണ്. അത് ചെയ്യേണ്ടത് ഒരിക്കലും ഒരുപാട് ലേറ്റ് ആയിട്ടല്ല, എത്രത്തോളം ചെറുപ്പത്തിൽ സാധിക്കുമോ. ഇപ്പൊ പ്രഹ്ലാദൻ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, നമുക്ക് ലേറ്റ് ആണ്. ഇപ്പൊ 5 വയസ്സുള്ള കുട്ടിയെ പറയണം, നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് കാമചിന്തകൾ വരും, അത് കഴിഞ്ഞാൽ നമുക്ക് കുടുംബവും പ്രാരാബ്ധാവും, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമസ്കരിക്കാൻ പോലും നമ്മുടെ മുട്ടുകൊണ്ട് വയ്ക്കില്ല, ഇപ്പോഴേ തുടങ്ങുന്ന പ്രഹ്ലാദൻ പറയും. അതുപോലെ എത്രത്തോളം ചെറുപ്പത്തിൽ സാധിക്കുമോ അത്രത്തോളം ചെറുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു ഭാഗ്യം, അത് പൂർവ്വത്തിലുള്ള വാസന കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് പൊതുവിൽ പറയാം. എങ്കിലും അത് ഉണ്ടാവണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ കുട്ടികളോട് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ്, അതിന്റെ ഒരു ചിട്ടയാണ് നമുക്ക് അമ്മമാരൊക്കെ പണ്ട് പോലെ സന്ധ്യക്ക് നാമം ജപിക്കാൻ പിടിച്ചിരുത്തുന്നതും. ഈ സന്ധ്യക്ക് തന്നെ ജപിക്കണം എന്ന് പറയുന്നതിന്റെ ഐതിഹ്യം. സന്ധ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ സൂര്യാസ്തമയത്തിന് മാത്രമല്ല, പ്രഭാത സന്ധ്യ, പ്രദോഷ സന്ധ്യ രണ്ടെണ്ണം ഉണ്ട്, രാവിലെ ഉണ്ട്, വൈകിട്ടും ഉണ്ട്. ഈ ചേച്ചി ഇപ്പൊ പറഞ്ഞ ഈ നാമജപത്തിന്റെ കാര്യത്തിലേക്ക് വരാം. നമുക്ക് സനാതനധർമ്മത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് കൂടുതലായിട്ട് പ്രാർത്ഥനയേക്കാൾ കൂടുതൽ പാരമ്പര്യമുള്ളത് ഉപാസനയുടെയും ചെറിയ ബാലപാഠങ്ങൾ പഠിപ്പിക്കായിരുന്നു. സത്യം പറഞ്ഞാൽ എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുക എന്നുള്ളതൊരു പിന്നീട് എപ്പോഴോ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു സാധനമായിട്ടാണ് കാണുന്നത്. പ്രാർത്ഥിക്കുക എപ്പോഴാണ് നമ്മളിൽ നിന്ന് വേറിട്ട് എന്തോ ഒരു സാധനം ഉണ്ടാവുമ്പോൾ അതിനോടാണ് നമ്മൾ പറയുന്നത്, അല്ലെ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇവിടെ ഒരു ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ഉണ്ടെങ്കിൽ കൃഷ്ണ എനിക്കിത് താ എന്ന് പറയുമ്പോൾ ഞാനും കൃഷ്ണനും 2 ഐഡന്റിറ്റി ആയി. നേരെ മറിച്ച് ഞാൻ എന്നോട് തന്നെ ചോദിക്കുക എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ. ഇപ്പം ശരജിയൊക്കെ പറയാറുണ്ട്, പ്രാർത്ഥന എന്നുള്ളത് നമ്മള് ഭഗവാനോട് സംസാരിക്കുന്നതും ധ്യാനം മെഡിറ്റേഷൻ എന്നുള്ളത് ഭഗവാൻ പറയുന്നത് കേൾക്കുന്നതുമാണ്. കൂടുതൽ സമയം കൊടുക്കേണ്ടത് രണ്ടാമത് പറഞ്ഞ കാര്യത്തിന്, ഭഗവാൻ പറയുന്നത് കേൾക്കുന്നത്. അതെ, ധ്യാനം, ആത്മവിചാരം ചെയ്യാന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഐഡന്റിറ്റിയെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു ശ്രമത്തിന്റെ ഏറ്റവും ബേസിക് സ്റ്റെപ്പ്. ഇതൊക്കെ ഭയങ്കര ഡീപ്പായിട്ട് ഞങ്ങള് വീട്ടമ്മമാര് ചോറും കറിയൊക്കെ വെച്ചോണ്ടിരിക്കാനൊക്കെ സമയം കിട്ടും. വളരെ എളുപ്പം. ഞാൻ പറഞ്ഞല്ലോ, ഒരു വെരി എളുപ്പത്തിലൊരു കാര്യം നമ്മൾ അഥവാ ഒന്ന് പൂജാമുറി പോയി ഇരുന്നാലോ അല്ലെ പ്രാർത്ഥനയ്ക്ക് സ്ഥലത്ത് പോയിരുന്നാലോ, അയ്യോ ദോശമാവ് തീർന്നു, രാത്രി ഒന്നുണ്ടാക്കും എന്നൊരു ചിന്ത പെട്ടെന്ന് വരും. തോട്ട്സ് പലതാ വരുന്നേ. അപ്പൊ ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് എങ്ങനെയാ അങ്ങനെ ഒന്നാവാൻ നോക്കുന്നേ? ഞാൻ നേരത്തെ പറഞ്ഞത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ്. ചെയ്യുന്ന എല്ലാ കാര്യവും ഇപ്പൊ ഈ പറഞ്ഞ കണക്ഷൻ വന്നല്ലോ. പൂജാമുറി പോയപ്പോ ദോശമാവിന് അയ്യോ എനിക്ക് ഭഗവതിക്ക് ദോശ ഉണ്ടാക്കാനുള്ള മാവാണല്ലോ അവിടെ ഇരിക്കണം എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ അതും ഭഗവതിയായിട്ട് കണക്ഷൻ ആയി. എന്ത് ഒരു കാര്യം ഇപ്പൊ നമുക്കൊരു പ്ലേറ്റ് അവിടെ നിന്ന് വെക്കാം, അയ്യോ ഒന്ന് അമ്മയ്ക്ക് കൊടുക്കാനുള്ള പ്ലേറ്റ് ആണല്ലോ അവിടെ. എല്ലാത്തിലും നമ്മുടെ ആ ഇഷ്ടപ്പെട്ട മൂർത്തിയെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചീത്ത ചിന്തകൾ പോലും പിന്നീട് നമ്മുടെ മനസ്സിലേക്ക് വരില്ല എന്നാണ്. കാരണം എപ്പോഴും ഈ ചിന്ത മാത്രമേ മനസ്സിലുണ്ടാവുള്ളൂ. ഈ മനസ്സിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ അതിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിലും പിന്നെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ പൊതുവിലൊരു 1008 തവണ നമശിവായ നമ്മൾ ചൊല്ലി കുറച്ചു നേരം ഒന്ന് ബ്രേക്ക് ചെയ്ത് നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അകത്തിരുന്നാരോ നമശിവായ ചൊല്ലുന്നത് കേൾക്കാന്ന് പറയാറുണ്ട്, അല്ലെ? അപ്പൊ അതെന്തുകൊണ്ട് അത് മനസ്സിനെ പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിക്കുന്നതിന്റെ ശീലമാണ് ഇപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞ ചെറുപ്പത്തിലുള്ള നാമജപം. എന്നും ഇത് ചെയ്യുമ്പോൾ ഈവൻ ഒരു ദിവസം മുടങ്ങിയാലും ആ കുട്ടിക്ക് സന്ധ്യയ്ക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിൽ ഇന്റൻഷൻ വരും നാമം ചൊല്ലാരായി എന്നുള്ളത്. പ്രാർത്ഥന രണ്ടാമതൊന്ന ഉപാസനയുടെ ഏറ്റവും ബാലപാഠമായിട്ടുള്ള നാമജപമാണ് നമ്മുടെ പൂർവികർ നമ്മളെ ശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഉപാസനയുടെ ശക്തിയിൽ നിന്നാണ് ഒരു വലിയ തലമുറ നമുക്ക് ഇത്രത്തോളം ആധ്യാത്മിക അറിവുകൾ പകർന്നു തരാൻ ഇവിടെ ഉണ്ടായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും സമാധി എന്ന് പറയുമ്പോൾ ഒരു
ആള് മരിക്കുന്നത് സമാധിയായിട്ട് കൂട്ടൂല. പക്ഷെ അത് എന്താണ് ശരിക്കും അതിന്റെ ഒരു ഭാരതീയ പാരമ്പര്യത്തിലെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഒരു വാക്കാണ് സമാധി എന്നുള്ളത്. രണ്ട് വശം ഞാൻ ഇതിന്റെ എൻ്റെ ചെറിയ അറിവിൽ നിന്ന് പറയാം. ഒന്ന്, സമാധി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഈ മരിച്ചതിന് ശേഷം മാത്രം കിട്ടുന്ന ഒന്നാണ് എന്ന് കരുതരുത്. സമാധി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. അത് ആത്യന്തികമായിട്ടുള്ള ആനന്ദത്തിലേക്ക് കണക്റ്റഡ് ആവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചക്രങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ 6 ചക്രങ്ങളിൽ നിന്നും നമ്മുടെ കുണ്ടലിനി ശക്തി സഹസ്രാരത്തിലെത്തി, കുണ്ടലിനി ആകുന്ന ഭഗവതി സഹസ്രാരത്തിലിരിക്കുന്ന ശിവനുമായിട്ട് ഒരുമിച്ചിരിക്കുന്ന ആ ഒരു വലിയ ആനന്ദം, അപ്പോഴാണ് ഈ അമൃതത്തിന്റെ വർഷം ഉണ്ടാവുക എന്ന് പറയും. ആ അമൃതവർഷം അനുഭവിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള സമാധി. അതൊരു വശം. ഇപ്പം ഞാൻ ഗുരുവായൂരപ്പൻ്റെ കാര്യം എപ്പോഴും പറയുന്നതുകൊണ്ട് പറയാം. ഇപ്പം ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന ശ്രീ ശുഖബ്രഹ്മർഷി, അദ്ദേഹം പരീക്ഷത്ത് 7ാമത്തെ ദിവസം മരിക്കാൻ പോകുന്ന ആളാണ്. തക്ഷകൻ കടിച്ച് മരിക്കുമെന്ന് ശാപം കിട്ടിയ ആളാണ്. അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പൊതുവിലൊരു നാടോടി കഥയായിട്ട് പറയുന്നതാണ്, അദ്ദേഹം ഭാഗവതം പറഞ്ഞ എവിടെയും രാധ എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിച്ചില്ല എന്നാണ്. എന്നുവെച്ചാൽ ഗോകുലത്തിലെയും ഭഗവാന്റെ ബാലലീലകൾ പറയുമ്പോഴൊക്കെ തന്നെ ഗോപിക ഗോപിക എന്ന് പറയുന്നതല്ലാതെ രാധ എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിച്ചില്ല എന്ന് പറയും. കാരണം രാധ എന്ന് പറയുന്ന പേര് എപ്പോൾ പറയുന്നു അപ്പോൾ ശ്രീ ശുഖബ്രഹ്മർഷി സമാധിയാവസ്ഥയിലേക്ക് പോകുന്നതാണ്. ആത്യന്തികമായിട്ടുള്ള ആനന്ദം അദ്ദേഹത്തിന് കിട്ടുന്ന പറയുക. കാരണം ആ രാധ എന്ന് പറയുന്ന 2 അക്ഷരം വന്നു കഴിഞ്ഞാൽ പിന്നീട് കഥ പറയാൻ പറ്റില്ല. ആകെ 7 ദിവസം ഇദ്ദേഹത്തിനുള്ളൂ. അപ്പം അതുകൊണ്ട് അദ്ദേഹം മനഃപൂർവ്വം പറയാതെ ശ്രമിച്ചു എന്നാണ്. ഇപ്പോഴും നമ്മൾ ഭാഗവതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാധ എന്ന് പറയുന്ന ഒരു വാക്ക് അതിൽ കാണാൻ സാധിക്കില്ല. ചില ആൾക്കാർ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട് ഏതോ ഒരു ഭാഗത്ത് രാധിക, ആരാധിക എന്നൊരു വാക്കുണ്ട്, അത് രാധയാണെന്ന്. പക്ഷെ ഇത്രയും ഗുരുവായൂരപ്പന്റെ കൃഷ്ണന്റെ ഏറ്റവും അടുത്ത ആളെന്ന് പറയുന്ന രാധയുടെ പേര് പോലും ഭാഗവതത്തിലില്ല. കാരണം എന്താ, അത് പറഞ്ഞാൽ അദ്ദേഹം സമാധിയാവസ്ഥയിലേക്ക് പോകുന്നതാണ് പറയണത്. അപ്പൊ ആത്യന്തികമായിട്ടുള്ള ആനന്ദത്തിന്റെ ലെവലിനെയാണ് ഈ സമാധി എന്ന് വിളിക്കുന്നത്. അത് അതിന്റെ ഒരു തന്ത്രശാസ്ത്രത്തിലുള്ള രീതിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ സഹസ്രാരത്തിലേക്കുള്ള കുണ്ടലിനിയുടെ യാത്ര. 2, നമുക്ക് അധികമായിട്ടുള്ള ഒരു ആനന്ദം. ഇപ്പൊ പലപ്പോഴും രാസക്രിയയുടെയൊക്കെ നടത്തുന്ന സമയത്ത് ഭഗവാന്റെ ഈ പുല്ലാങ്കുഴൽ വായന കേട്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഗോപികമാരും സമാധിയായി എന്ന് പറയാറുണ്ട്. എന്നുവെച്ചാൽ അവരൊക്കെ മരിച്ചുപോയി എന്നല്ല അതിന്റെ അർത്ഥം. അവര് കണക്റ്റഡ് ആയി, അവർക്ക് ഒന്നും വേണ്ട എന്നുള്ള രീതിയിലേക്ക് മാറി. ചിലപ്പോൾ ഈ ചെറിയ കുട്ടിയായിട്ട് ഉണ്ണി രാവിലെ എണീറ്റ് വന്നിട്ട് അമ്മയുടെ മുഖത്ത് നോക്കി ഈ മോണ കാട്ടിച്ചിരിക്കുമ്പോൾ അമ്മ സമാധിയിലാവും, യശോദാമ്മ സമാധിയിലാവും. അങ്ങനെ അവിടെ ഭഗവാന്റെ സാന്നിധ്യം, സന്തോഷത്തിന്റെ പീക്ക് എന്ന് പറയില്ല. ഈ പര എന്ന് പറയുന്ന ശബ്ദം ചേച്ചിയോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പരമമായിട്ടുള്ള ആനന്ദം, പരയെ അറിയുന്ന ആനന്ദമാണ് പരമാനന്ദം എന്നാ പറയുക. അമ്മയെ അറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അത്ര പരമാനന്ദം ശരിക്ക്. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന ഈ ചെറിയ ഹാപ്പിനെസ് അല്ല പരമാനന്ദം. പരയെ അറിയുന്നതാണ് പരമാനന്ദം. അപ്പൊ ആ പരമാനന്ദത്തിന്റെ മറ്റൊരു ഭാഷാഭേദമായിട്ടാണ് സമാധിയെ കാണുന്നത്. പിന്നെ ഇവിടെ സംഭവിച്ചത് ഈ സമാധി ഇരുത്തുക എന്ന രീതിയുണ്ട്. അത് ആചാര്യന്മാര് മരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദേഹം, അവരുടെ ആ ഒരു ജന്മോദ്ദേശം സഫലമാവുന്ന സമയത്ത് അവരുടെ ഭൗതിക ശരീരത്തെ സമാധി ഇരുത്താറുണ്ട്. അത് പല കർമ്മങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കല്ലുപ്പും അല്ലെങ്കിൽ ഭസ്മൊക്കെ ഉപയോഗിച്ച് ചെയ്യാറുണ്ട്, കർപ്പൂരം ഉപയോഗിച്ച് ചെയ്യാറുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ സമാധി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തമാശ വാക്കല്ല. അത് ഭാരതീയ ധർമ്മത്തിൽ ഏറ്റവും ഔന്നത്യത്തിൽ കാണുന്ന ഒരു വാക്കാണ്. സമാധി അനുഭവിക്കാൻ നമുക്കൊക്കെ സാധിക്കണം എന്നാണ് പറയുക. മോക്ഷം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഇന്ന് ഈ ജന്മത്തിലെ കർമ്മം കൊണ്ടാണോ ഈ സമാധിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ സമാധി നല്ല രീതിയിലാണല്ലോ പറഞ്ഞു തന്നെ. അപ്പൊ അതേപോലെ ഈ മോക്ഷവും സമാധിയും തമ്മിൽ കണക്ഷൻ. മോക്ഷം എന്ന് പറയുന്ന പദം കൊണ്ട് പൊതുവിൽ നമ്മൾ എല്ലാവരും ഉപയോഗിക്കാറുള്ളത് മരണശേഷം ലഭിക്കുന്ന ആത്യന്തികമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ വന്ന സോഴ്സിലേക്ക് നമ്മൾ തിരിച്ചു പോവുക. ഇത് നമ്മൾ വീണ്ടും ചാക്രികമായിട്ടുള്ള അടുത്തൊരു ജന്മം എടുക്കുന്നു. ഈ പ്രോസസ്സ് ഇല്ലാതെ ഒരു ജന്മത്തിന് ശേഷം ആ വന്ന സോഴ്സിലേക്ക് തിരിച്ചു പോകുന്നതായിട്ടാണ് മോക്ഷം പൊതുവിൽ പറയാറുള്ളത്. അത് നമ്മൾ ചെയ്ത, അത് പല ആൾക്കാരും വിചാരിക്കാറുണ്ട് കൂടുതൽ പുണ്യം ചെയ്തു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുന്നു. ഇല്ല, കൂടുതൽ പുണ്യം ചെയ്തു കഴിഞ്ഞാൽ ആ പുണ്യത്തിന്റെ ഫലം അനുഭവിക്കാൻ നമ്മൾ വീണ്ടും ജനിക്കണം. ബാലൻസ്ഡ് ആയിരിക്കണം എന്നാ പറയാ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, സമർപ്പിക്കും. എന്റേതായിട്ടൊന്നുമില്ല. അപ്പൊ എനിക്ക് അനുഭവിക്കാൻ എന്താണുള്ളത്? എനിക്ക് പുണ്യവും ഇല്ല, എനിക്ക് പാപവും ഇല്ല. സമർപ്പണത്തിലൂടെ മാത്രമേ മോക്ഷം സാധ്യമാവുള്ളൂ. പൊതുവിൽ പറയാറുണ്ട് ദേവന്മാർക്ക് പോലും മോക്ഷം ഇല്ലാന്നാ. മോക്ഷം കിട്ടണമെങ്കിൽ മനുഷ്യനായിട്ട് ജനിക്കണം. മനുഷ്യന് മാത്രം എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു രീതിയാണ് മോക്ഷം. പിന്നെ ഞാൻ പൊതുവിൽ അതിനെ അല്ലെങ്കിൽ ശതനൊക്കെ പറഞ്ഞ് ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്. മോക്ഷം എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് മാത്രം കിട്ടുന്നതായിട്ട് കരുതരുത്. മോഹങ്ങളുടെ ക്ഷയമാണ് മോക്ഷം എന്ന് പറയും. എന്നുവെച്ചാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും കഴിഞ്ഞ് എനിക്ക് ഭഗവാനും ഭഗവാൻ എനിക്കും എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടി. അത് ഈ ജന്മത്തിൽ തന്നെ കിട്ടും. ആഗ്രഹമില്ലല്ലോ, ഇല്ല എനിക്ക് ഇന്നത് വേണമെന്നോ ഇന്നത് വേണം ഒന്നുമില്ല, ബ്ലാങ്ക് ആണ്. അത് മോക്ഷമാണ്. എനിക്ക് ഞാൻ ഭഗവാന്റേതാണ്, എന്റേതാണ് ഭഗവാൻ. ആ ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ജന്മത്തിൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മോക്ഷപ്രാപ്തി കിട്ടിയെന്നാണ് പൊതുവിൽ പറയുക. ഞാനൊരു കാര്യം ചെയ്യട്ടെ, നമുക്ക് ശാസ്ത്രത്തിൽ ഞാൻ വേറൊരു കമ്മ്യൂണിറ്റിയിൽ ജനിച്ചിട്ട് വളർന്നു. പക്ഷെ ഇവിടെ വന്ന് ഒരു വിശ്വാസം, അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതിന്റെ ഐതിഹ്യങ്ങൾ എന്താണെന്ന് അറിയില്ല, പക്ഷെ അതിന്റെ സയൻസും മനസ്സിലായി.
ശബരിമലയിൽ സ്ത്രീകൾ കയറാൻ പാടില്ല എന്നും പക്ഷെ കുറെ പേര് കയറിയെന്നും അങ്ങനെ കുറെ ഉണ്ടല്ലോ. അത് നമ്മുടെ ഇടയിലുള്ള ആ ഒരു തെറ്റിദ്ധാരണ, കയറാൻ പാടുണ്ടോ, സ്ത്രീകൾ കയറാൻ പാടില്ലേ? ചേച്ചി പറഞ്ഞതിൽ ഒരു ചെറിയ കറക്ഷൻ ഉള്ളത്, സ്ത്രീകൾക്ക് ശബരിമലയിൽ യാതൊരു തരത്തിലുള്ള പ്രവേശന വിലക്കില്ല, ഒരു പ്രായ നിയന്ത്രണം മാത്രമാണുള്ളത്. ഒറ്റയടിക്ക് നമ്മൾ പൊതുവിൽ സ്ത്രീ പ്രവേശനം വേണോ വേണ്ടെന്നാ ചോദിക്കുക, അല്ലെ? സ്ത്രീ പ്രവേശനം എന്നും അവിടെ ഉണ്ട്. ചെറിയ കുട്ടികളായിട്ടുള്ള സ്ത്രീകൾ അവിടെ കയറുന്നുണ്ട്, പ്രായമായ അമ്മമാരും കയറുന്നുണ്ട്, അവർ സ്ത്രീകളാണ്. അവിടെ ഒരു പെർട്ടിക്കുലർ ഏജ് റെസ്ട്രിക്ഷൻ മാത്രമാണ് ഉള്ളത്. ഇനി അതെന്തുകൊണ്ടാണെന്നുള്ളത് എൻ്റെ ചെറിയ അറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് പറയാം. ഇപ്പൊ ശബരിമലയിൽ ഇരിക്കുന്ന മൂർത്തി അത് അയ്യപ്പസ്വാമി ആയിട്ടുള്ള, അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയുടെയും ഉയർന്ന സ്രോതസ്സായിട്ടുള്ള ശാസ്താവിന്റെ താപസഭാവമാണ്. ബ്രഹ്മചാരി ഭാവം എന്ന് മാത്രം പറഞ്ഞ് അതിനെ നമ്മൾ എപ്പോഴും കുറയ്ക്കും. ഭഗവാൻ ബ്രഹ്മചാരി ആയതുകൊണ്ട് സ്ത്രീകൾ വരാൻ പാടില്ല എന്നാണ് പൊതുവിൽ നമ്മൾ പറയാറുള്ളത്. ബ്രഹ്മചാരി എന്നുള്ള കൺസെപ്റ്റിനേക്കാൾ ഒരു പടി മുകളിലാണ് താപസനായിട്ടുള്ള ശാസ്താവ് എന്നുള്ള ഭാവം. കാരണം ഭഗവാൻ അവിടെ ചെയ്യുന്നത് തപസ്സാണ്. നമുക്ക് ഇപ്പോൾ ചേച്ചിക്ക് അറിയാം, നമ്മൾ ഈ നെയ്ത്തേങ്ങയായി കൊണ്ടുപോകുന്ന നമ്മുടെ ആത്മാവ്, ആ ആത്മാവാകുന്ന നെയ്യിനെ നമ്മൾ ഭഗവാന്റെ മുകളിലൂടെ ഒഴിക്കുമ്പോൾ നമ്മുടെ കർമ്മഫലങ്ങളാണ് നമ്മളെ കൊണ്ട് ഒഴിക്കുന്നത് ആ ഭഗവാന്റെ മേലൂടെ. അതിനെ ദഹിപ്പിക്കാനുള്ള, അതിനെ ഇല്ലാതാക്കാനുള്ള ശേഷി ഭഗവാൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഭഗവാൻ ചെയ്യുന്ന തപസ്സിലൂടെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ശബരിമലയിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് മുടങ്ങാതെ നടക്കണം? ഭഗവാന്റെ തപസ് മുടങ്ങാതെ നടക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്, എന്തുകൊണ്ട് യുവതികൾക്ക് വരാൻ പാടില്ല? ഈ തപസ്സും യുവതിയും തമ്മിൽ എന്താണ് പ്രശ്നം? പ്രത്യേകിച്ച് ഈ മെൻസസ് പീരീഡിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു ആർത്തവത്തിന്റെ പ്രായപരിധി ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ 10 to 50 അങ്ങനെ പറയാറുണ്ട്. ആ പ്രായപരിധിയിലൂടെ കടന്നു പോകുന്ന ഒരു യുവതിക്ക്, ഒരു സ്ത്രീക്ക് ശാസ്താവിന് അല്ലെങ്കിൽ ഭഗവാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്നാ പറയുക. അതായത് ജന്മം കൊടുക്കാനുള്ള കപ്പാസിറ്റി, അമ്മയാവാനുള്ള കപ്പാസിറ്റി. അമ്മ എപ്പോഴും ദേവിയാണ്, അല്ലെ? ഭഗവാന് മാത്രമുള്ള ഒരു ശേഷിയാണ് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാനുള്ള ശേഷി. അത് തന്നെയുള്ള ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ള ആള് ഈക്വൽ ആയിട്ടുള്ള, ഭഗവാനോട് ഈക്വൽ ആയിട്ടുള്ള ഒരാളാണ് അങ്ങോട്ട് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? ധ്യാനത്തിൽ നിന്ന് മാറി വരുന്ന ആളെ ബഹുമാനിക്കണം എന്നാ പറയുക. ഒരിക്കലും യുവതികളോട് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടല്ല അങ്ങോട്ട് വരണ്ടെന്ന് പറയരുത്. ഭഗവാന്റെ തപസ്സിന് വിഘ്നം വരരുത് എന്നുള്ള നമ്മുടെ കൺസെപ്റ്റാണ്. ബാക്കി ലോകത്ത് എത്രയോ ശാസ്താക്ഷേത്രങ്ങളുണ്ട്. ചേച്ചി വേണമെങ്കിൽ ബ്രഹ്മചാരിയായിട്ടുള്ള ശാസ്താവൻ ഉണ്ടാവും പല സ്ഥലത്തും, സ്ത്രീകൾക്ക് പോവാം, നോ ഇഷ്യൂസ്. അവിടെ തപസ് നടക്കുന്നില്ല, ബ്രഹ്മചാരിയായിട്ട് അദ്ദേഹം ഇരിക്കണം, അദ്ദേഹത്തിന് ബ്രഹ്മചാരിയായിട്ട് അവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ ഹനുമാൻ സ്വാമി ബ്രഹ്മചാരിയാണ്, നമ്മൾ ഹനുമാൻ സ്വാമിയുടെ പോകുന്നില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഓരോ ക്ഷേത്രത്തിലും ഇരിക്കുന്ന മൂർത്തിയുടെ ഭാവം മനസ്സിലാക്കണം എന്നാണ് പറയുക. ശബരിമലയിൽ ഇരിക്കുന്നത് ബ്രഹ്മചാരി ആയിട്ടുള്ള ശാസ്താവിനേക്കാൾ കൂടുതൽ താപസ ശാസ്താവാണ്. താപസ ശാസ്താവിന് യുവതിക്ക് ബഹുമാനാർത്ഥം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ തപസ്സിന് വിഘ്നം വരരുത് എന്ന് കരുതിയിട്ട് മാത്രമാണ് ഈ നിയന്ത്രണം പറഞ്ഞിട്ടുള്ളത്. ഞാൻ പൊതുവെ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഭഗവാനെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, അപ്പോൾ ഒരു പ്രായത്തിലുള്ള ആളുകൾക്ക് പോകാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടിട്ടാണ് ഭഗവാനെ സ്നേഹിക്കുന്നത്, അല്ലെ? ഞങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും, ഇപ്പൊ ഇന്ന് മലയാള മാസം 1-ാം തീയതിയാണ്, നാളെ മാരട്ട പോവാം. ഒരു പെൺകുട്ടിയെ, ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി കാണാതെയാണ് ഭഗവാനെ സ്നേഹിക്കുന്നത്. ഏതിൻ്റെയാണ് ഇന്റൻസിറ്റി കൂടുതലുണ്ടാവുക? സ്വാഭാവികമായിട്ടും ഒന്ന്, അല്ലെ? കാണാതെ ഒരാളിങ്ങനെ ഇഷ്ടപ്പെടാൻ സാധിക്കും. ഭഗവാൻ തന്നെ പറയണ്ടേ, എന്നെ കണ്ടിട്ട് ഇവരെ സ്നേഹിക്കുന്നതിന്റെ 10 ഇരട്ടി കാണാതെ നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ എന്നാണ്. രണ്ടാമത്, ഈ പണ്ട് കാലത്ത് ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, ഇന്നാണ് ഈ സൗകര്യങ്ങളൊക്കെ വന്നത്. അന്ന് ഈ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ പോയാൽ തിരിച്ചു വരുമെന്ന് പോലും വലിയ ധാരണയില്ല. കാരണം മൃഗങ്ങൾ ഉണ്ടാവാം, ഇത്ര ദൂരം നടന്നു പോകേണ്ട അവസ്ഥയുണ്ട്. അപ്പൊ ഇവർ ഈ 41 ദിവസം വ്രതം എടുത്തിട്ടാണ് പോവുക. ഈ 41 ദിവസം വ്രതം എടുത്ത് ഇവർ പോയി വരുന്നത് വരെ വീട്ടിലെ സ്ത്രീകൾ കെടാവിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് പറയുക. അങ്ങനെ പറയാറുണ്ട്. ഇവർ ഈ 41 ദിവസം എടുത്ത വ്രതത്തിന്റെ അത്രയും കാഠിന്യം ഇവരുടെ ഈ 4 ദിവസത്തെ പ്രാർത്ഥനയ്ക്കുണ്ടെന്നാണ് പറയുക. ആലോചിച്ച് നോക്കൂ, അപ്പൊ എത്രത്തോളം പവറാണ് ഇന്റൻസിറ്റി. കാരണം 41 ദിവസം ഒരു സ്വാമി എടുത്ത വ്രതത്തിനേക്കാൾ ഒരു കെടാവിളക്കിന്റെ മുമ്പിൽ ഒരു അമ്മ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ ഇന്റൻസിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ഭഗവാൻ ആരോടാണ് കൂടുതൽ ഇഷ്ടം? അപ്പൊ ഒരിക്കലും ഭഗവാൻ നിങ്ങളെ മാറ്റി നിർത്തിയില്ല എന്ന് ഞാൻ എല്ലായിടത്തും പോകുന്ന പെൺകുട്ടികളോടൊക്കെ പറയാറുണ്ട്. ഒരിക്കലും അങ്ങനെ കരുതരുത്. ഭഗവാന്റെ ആ ഒരു ധ്യാനഭാവം, നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ബാക്കിയുണ്ട്, അല്ലെ? ഇപ്പൊ ഭഗവാൻ ഗൃഹസ്ഥാശ്രമിയായിട്ടിരിക്കുന്ന സ്ഥലമുണ്ട്, ബാലരൂപത്തിലിരിക്കുന്ന സ്ഥലമുണ്ട്, അശ്വാരൂഢനായിട്ടിരിക്കുന്ന സ്ഥലമുണ്ട്. ഇവിടെയൊക്കെ ഇരിക്കുന്ന അതേ ആള് തന്നെയാണ്. അവിടുത്തെ ആ ഭാവം വ്യത്യാസമായതുകൊണ്ട് ഒരു ചെറിയ റെസ്ട്രിക്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ. കാത്തിരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മുടെ പിള്ളേരോട് ബേസായിട്ട് എന്താ സാറിന് പറയാനുള്ളത്? നോക്കൂ, ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ വേദസ്വാമി പറഞ്ഞ പോലെ നിങ്ങൾ വിശ്വാസിയാവുന്നതും അവിശ്വാസിയാവുന്നതും ഒക്കെ നിങ്ങളുടെ കാര്യം. നിങ്ങളിൽ വിശ്വാസം ഉണ്ടോ എന്ന് ഞാൻ അവരോട് ചോദിക്കും. ആദ്യം നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ഈ ധർമ്മത്തിന്റെ ഭാഗമായി. കാരണം നമ്മൾക്ക് നമ്മളിൽ നിന്ന് വേറിട്ടൊരു ഈശ്വരനില്ല. നിങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് പരമമായിട്ടുള്ള വിശ്വാസി, അല്ലെ? നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു വിശ്വാസം എന്താണുള്ളത്? ഒന്നാമത്തെ കാര്യം അത്. 2, ഈ നിരീശ്വരവാദം അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം ഇല്ലാത്തതിനെ കുറിച്ച് ഈശ്വര വിശ്വാസികളായിട്ടുള്ള ആളുകളെ കളിയാക്കുന്ന ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ ടീസ് ചെയ്യുന്ന ഒരു രീതി.
അപ്പോൾ പൊതുവിൽ അവരോടൊക്കെ പറയാറുണ്ട്, നീ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. നിനക്ക് എപ്പോഴെങ്കിലും ഈശ്വര അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ചിലപ്പോൾ അതും ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നിട്ട് നീ ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ നോക്കൂ, ആരുടെ ബിലീഫിനാണ് സ്ട്രോങ് കൂടുതലായിട്ട് വരുന്നത്? കാണാത്ത, എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു എലമെന്റിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ ധൈര്യം പോരാ. നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പപ്പണിയല്ല ഈ പറയുന്ന ചിന്താവിഷ്ടയായ ശ്യാമളയിലെ ശ്രീനിവാസൻ കാണിച്ച ഏർപ്പാടല്ല സനാതനധർമ്മം. അത് വലിയൊരു ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ധർമ്മത്തിൽ നിൽക്കാൻ സാധിക്കുള്ളൂ. കാരണം നമ്മൾ കാണാത്ത, നമുക്കറിയാത്ത ഏതോ ഒരു ശക്തി നമ്മളെ രക്ഷിക്കുന്ന എപ്പോഴും നമ്മൾ വിശ്വസിച്ച് ജീവിക്കുകയാണ്. അതിന് എത്ര ധൈര്യം വേണം? എന്താപത്തുണ്ടെങ്കിലും ആ ശക്തി നമുക്ക് വരുന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ എത്ര ധൈര്യം വേണം? മറ്റത് പിന്നെ ഒന്നും ആലോചിക്കാനുള്ള, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം അല്ലെ? ഇവിടെ ആ പവർ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതിന് ഭയങ്കരമായിട്ടുള്ള ധൈര്യം വേണമെന്ന് പറയും. അപ്പോൾ അവരാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ. ശരിക്കും ഞാൻ ഈ ഒരു വാക്ക് എപ്പോഴും കേൾക്കുന്നതാണ്, നമ്മുടെ സനാതന ധർമ്മം. അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഒന്ന് പറയാൻ പറ്റുമോ? സനാതനം എന്ന് പറയുന്ന വാക്കിനർത്ഥം എല്ലാ കാലത്തും നിലനിൽക്കുന്നത് എന്നാണ്. അതിന് ആദിയില്ല, അന്തമില്ല. എല്ലാ കാലത്തും അതുണ്ടാവും. മുമ്പ് അതുണ്ടായിരുന്നു, ഇന്നതുണ്ട്, നാളെ അതുണ്ടാവും. അതാണ് സനാതനം. ധർമ്മം എന്ന് പറയുന്ന വാക്കിനാണ് ചിലപ്പോൾ ഒരു കോണ്ടെക്സ്റ്റ് ഡിഫറൻസ് വരാറുള്ളത്. ഞാൻ പൊതുവിൽ പറയാറുള്ള അതിന്റെ ഡെഫിനിഷൻ, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് ഈ ഭൂമിയിലെ ഏറ്റവും ചെറിയ കണികയ്ക്ക് പോലും, അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാത്ത ഏറ്റവും അവസാനത്തെ ജീവജാലത്തിന് പോലും നന്മ ഉണ്ടാവുള്ളൂ എങ്കിൽ അതാണ് ധർമ്മം. ഒരാൾക്ക് പോലും അതുകൊണ്ട് വേദന ഉണ്ടാവാൻ പാടില്ല. ഒരാൾക്ക് പോലും അതുകൊണ്ടൊന്ന് കണ്ണു നിറയാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് എന്തോ അതാണ് ധർമ്മം. ഇല്ലെങ്കിൽ ഒന്ന് റിവേഴ്സ് ആയിട്ട് ചിന്തിക്കുക. ഞാൻ ഒരാളോട് ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എന്നോട് ഒരാൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പെയിൻ വരുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാളോട് ചെയ്യാതിരിക്കുക. അതാണ് ധർമ്മബോധം എന്ന് പറയാനുണ്ട്. അപ്പൊ ഞാൻ ഒരാളെ വഴക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്നോട് ഒരാൾ വഴക്ക് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യരുത്? മറ്റൊരാളെ വഴക്ക് പറയരുത്. എനിക്ക് കിട്ടുന്നത് തിരിച്ചു കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ മറ്റൊരാൾക്ക് ഫീൽ ചെയ്യിക്കാൻ പാടില്ല, നെഗറ്റീവ് ആയിട്ടുള്ള സെൻസിൽ. അതാണ് ഗുരു പറയുന്നത്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സൗഖ്യമായിട്ട് വരണം. അതിനേക്കാൾ വലിയൊരു ധർമ്മബോധം ഭാരതത്തിൽ പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് മറ്റൊരുത്തന് സൗഖ്യത്തിന് വരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് ഏറ്റവും വലിയ ധർമ്മം. അത് രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോൾ സനാതനധർമ്മമായി. ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി അറിവുകൾ, അതായത് ഞാനിപ്പം ഇത്രയും ഡൗട്ട്സ് ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വേറെ കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ ഒരുപാട് ഇതുപോലത്തെ കട്ടി വാക്കുകൾ ഞാൻ കേൾക്കുമ്പോൾ എനിക്കൊരു പുതുമയാണ്, ഒന്നും മനസ്സിലാവാറില്ല. അതുകൊണ്ട് ആ കേട്ട വാക്കുകളും പിന്നെ എൻ്റെ അമ്മമാർക്ക് കുറേ സംശയങ്ങൾ, അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇന്ന് ഞാൻ സാറിനോട് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചത്. സംശയവും വർത്താനവും ആധ്യാത്മികവും കൂടി പോയപ്പോൾ ഞാൻ ഭക്ഷണം വിളമ്പാൻ പോലും മറന്നുപോയി. ഞാൻ ഒരു 5 മിനിറ്റ് ഞാൻ എന്റെ ഭക്ഷണം. നല്ല ചൂട് ഇഡ്ലിയാ. ഈ പറഞ്ഞ പോലെ എന്നോട് സ്വീറ്റ് മാത്രം ചോദിച്ചോണ്ട് എനിക്ക് സ്വീറ്റ് മാത്രം തരാൻ ഭയങ്കര വിഷമാട്ടോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇഡ്ഡലി കരുതി. പിന്നെ പ്യോർ വെജ് ആണല്ലോ, അത് വേറെ ഒന്നും നോൺ കഴിക്കാറുണ്ട് അല്ലേ? അപ്പൊ കേക്ക് ഇട്ടോണ്ട് കുഴപ്പമില്ല, ഇതിനകത്ത് ഇച്ചിരി കേക്ക് ഉണ്ട്, കുഴപ്പമില്ല. താങ്ക് യു. ഞാനിത് വിളമ്പി തരാം, കഴിച്ചോളൂ. ഇപ്പോ എന്താ പറയാ, നമ്മുടെ അനീസ് കിച്ചൻ ചെയ്യുമ്പോൾ എത്രയോ അതിഥികൾ വന്നു, എത്രയോ വിശേഷങ്ങൾ നമ്മൾ കേട്ടു. കുറച്ച് വീട്ടമ്മമാരായ നമുക്ക് കുറച്ചും കൂടെ ഇഷ്ടം കേൾക്കാനും ചെയ്യാനും, അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു അമ്മമാര് പോലും ഇല്ല ഒരു നാമജപം ജപിക്കാത്ത, അറ്റ്ലീസ്റ്റ് എന്താ പറയാ രാമരാമ വിളിക്കാത്ത പോലും ആരും ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ ഒരു പുണ്യം, ആ ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന ഫലങ്ങൾ, ഇതെല്ലാം അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. ഇതേപോലെ അറിവുകൾ കേൾക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. അതേപോലെ ആനീസ് കിച്ചണിൽ പുതിയ അറിവുകളും പുതിയ വിഭവങ്ങളും പുതിയ അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിലത് കിട്ടും.